ഇന്നത്തെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മോർത്താന വട്ടിപ്പടവ് പ്ലാന്റിൽ നിന്നാണ് കേട്ടോ. ഇന്ന് രാവിലത്തെ കാഴ്ച ഇതാണ്. സൂര്യനൊക്കെ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ഹായ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ വട്ടിപ്പടവ് പ്ലാന്റിലാണ് കേട്ടുള്ളത്. ഇന്ന് നമ്മുടെ താറിങ്ങിൻ്റെ പരിപാടിയാണ്. അപ്പോൾ ഇന്ന് വട്ടിപ്പടവ് പ്ലാനിൽ നിന്നാണ് നമ്മുടെ താറിങ് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 6:30 ആ ടൈമിനാണ് നമ്മുടെ സമയം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ പ്ലാന്റ് ഇപ്പോൾ വർക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി കണ്ടോ. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള മഴക്കാറൊക്കെ ഉണ്ട്, എന്നാൽ പോലും വലിയ കുഴപ്പങ്ങളില്ല. നമ്മുടെ ഓരോ വണ്ടികളായിട്ട് ഇതേ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ നമ്മുടെ വണ്ടിയാണ് ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പ്ലാന്റ് ഇതേ വർക്ക് ചെയ്ത് തുടങ്ങി. ഡ്രമ്മൊക്കെ കറങ്ങി തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് മെറ്റീരിയൽസിലൊന്ന് ഹീറ്റ് ചെയ്തതിന് ശേഷം ആദ്യം ഒന്ന് ട്രയൽ അടിക്കണം. അതിനുശേഷമേ നമ്മൾ താറൊക്കെ കൊടുത്ത് മിക്സ് അടിച്ച് തുടങ്ങുള്ളൂ. ഒരുപാട് ഇലക്ട്രിക് മോട്ടോറൊക്കെ വരുള്ള സാധനമാണ്. അപ്പോൾ നമ്മുടെ JCB ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ സാധനം പിന്നിലോട്ട് വാരിക്കോരി ഇടുന്നുണ്ട്. മിക്സ് അടിച്ച് തുടങ്ങിയിട്ടുണ്ടേ. ഇപ്പൊ നമ്മുടെ പിറകിലായിട്ട് ഒരു വണ്ടിയിലോട്ട് താർ മിക്സ് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത വണ്ടി നമ്മുടേതാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് വെയിറ്റിങ്ങിനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. കണ്ടോ, നമ്മുടെ പ്ലാന്റിന്റെ മുന്നിലൊക്കെ നല്ല അടിപൊളി ഒരു സീനറി തന്നെയാണ്. മൊത്തം പച്ചപ്പാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിന്റെ പുറത്തായിട്ട്. അപ്പോൾ ഇതൊക്കെ ഇതേ താർ മിക്സിന് വേണ്ടിയിട്ട് ലോഡാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. നമ്മുടെ ഒരു JCB ഇന്നുള്ളൂ കേട്ടോ ലോഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ പ്ലാന്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടേ. ഇതേ നമ്മുടെ ഒരു പയ്യയും കൂടെ ഉണ്ട്, പോകുന്ന വഴി ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ന് നമ്മളുള്ളത് ഇതേ നമ്മുടെ അനീഷേട്ടൻ്റെ കൂടെയാണ്. അനീഷേട്ടൻ കുറച്ച് നാളായിട്ട് നാട്ടിലായിരുന്നു. അപ്പോൾ ഇന്നലെ എത്തിയതാണ്. അപ്പൊ നമ്മളും അതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് പണിയില്ലാത്തത് കൊണ്ട് JCBയിലായിരുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ഇപ്പോൾ ടോറസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ താർ മിക്സുമായിട്ട് നമ്മൾ നേരെ പോകുന്നത് ഏരിയയിലാണ് കേട്ടോ. കാസർഗോഡ് ഏരിയയിലാണ് ഇപ്പം പോകുന്നത്. അപ്പോൾ അവിടെ എവിടെയാണ് താറ് ചെയ്യുന്നത് നമുക്കറിയില്ല. എന്തായാലും പുറത്തെന്തായാലും ഇന്ന് നല്ല ഇടിവെട്ട് വെയിൽ തന്നെയാണ്. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അങ്ങനെ നമ്മൾ ഹൈവേയിലോട്ട് എത്തിയിട്ടുണ്ട്. നേരെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ കാസർഗോഡ് ഭാഗത്തോട്ടായിട്ട്. നല്ല രീതിയിലുള്ള മഴക്കാറൊക്കെ ഉണ്ട്. അതേപോലെ റോഡൊക്കെ നല്ല വറ്റി വരണ്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പോയി മംഗൾപ്പാടി എത്തി കേട്ടോ. മംഗൾപ്പാടി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറെ പോകാനുണ്ട്. മഴക്കാറ് എങ്ങനെയാന്നുള്ളൊരു ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം സൂര്യനും ഇല്ല, മഴയും ഇല്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ നമ്മൾ പോകുന്ന വഴി ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് താറിങ് നടക്കുന്നത്. അപ്പൊ നമുക്ക് ആ ബ്ലോക്ക് മാറ്റിയിട്ട് വേണം അതിനുള്ളിലോട്ട് കയറ്റാൻ. ഇപ്പൊ കണ്ടില്ലേ, ഈ ബ്ലോക്ക് നമുക്ക് മാറ്റിയിട്ട് വേണം ഇതിനുള്ളിലോട്ട് കയറാൻ. ഇവിടെയാണ് നമുക്ക് താറിങ്ങിന്റെ പരിപാടി വരുന്നത്. അപ്പോൾ നമ്മൾ പഴയ പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇങ്ങോട്ടൊന്ന് വണ്ടി കയറ്റാൻ തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഇത് മൊത്തം നമ്മളെ സ്ഥലമാണ്. അപ്പം നമ്മളങ്ങനെ വെച്ചിളക്കി പോവാണ്. കാരണം പിറകിൽ നിന്ന് വേറെ ഒരു വണ്ടിയും ഇതുവഴി വരില്ല, നമ്മുടെ വണ്ടി മാത്രമേ വരൂ. കാരണം രണ്ട് സൈഡും റോഡ് ബ്ലോക്കാണ്. ഇവിടെ താറിങ്ങിൻ്റെ പരിപാടി നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ CPCRIയുടെ മുന്നിലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സൈഡിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് താറ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അടുക്കത്തെ വയലിത് ചേതകിൻ്റെ മുന്നിലായിട്ടാണ് താറിങ് വർക്ക് നടക്കുന്നത്. നമ്മുടെ പേവർ ഇങ്ങനെ വലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ റോളറും സൈഡിൽ നിന്ന് അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രജിലാട്ടൻ്റെ പേവറിലോട്ട് കയറിയിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രജിലാട്ടൻ ഇവിടുന്ന് പേവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2-3 ദിവസം മഴ കുറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബാക്കിയുള്ള താറിങ്ങിൻ്റെ പരിപാടിയൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ട പരിപാടിയാണ് കേട്ടോ. അപ്പോൾ മഴയില്ലാത്ത സമയം നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വർക്കുകൾ തീർത്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രജിലാട്ടൻ്റെ പേവറിൻ്റെ സെൻസറുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ സെൻസർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ പേവർ ലെവലിൽ കറക്റ്റ് ചെയ്ത് പോകുന്നത്. ഇപ്പം നമ്മുടെ നിലവിലുള്ള റോഡിൻ്റെ ലെവലൊക്കെ മെഷർ ചെയ്ത് ആ ലെവലിന് സെറ്റാക്കിയിട്ടാണ് നമ്മുടെ പേവർ വലിച്ചു പോകുന്നത്. അപ്പോൾ നമ്മുടെ വയനാടൻ ഇവിടെ നിൽപ്പുണ്ട് കണ്ടോ, ലോഡ് തട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള നിപ്പാണ്. അപ്പോൾ നമ്മുടെ പേവറിൻ്റെ സെൻസറൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ വലിച്ചു പോകണം. ഇതേ കണ്ടില്ലേ, ഇതൊക്കെ ഇതിൻ്റെ കൺട്രോൾസ് ആണ് കേട്ടോ. ഈ കാണുന്ന സെറ്റപ്പ് ഇതിൻ്റെ സെൻസറിൻ്റെ ലെവൽ കാണിക്കുന്നതാണ്. പിന്നെ ഇതൊക്കെ ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ചെറിയ 1 mm 2 mm ഉണ്ടോ. അപ്പോൾ നമ്മുടെ ലോറിയൊക്കെ മൂൺ വാക്ക് ചെയ്താണ് കേട്ടോ പോകുന്നത്. ഈ പേവറിൻ്റെ ശക്തിയാണ് ഈ കാണുന്നത്. പേവർ തള്ളി കൊണ്ടുപോവാണ്. നമ്മുടെ പരിപാടി നല്ല ഇടിവട്ടായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇത് നമ്മുടെ അനീഷേട്ടൻ്റെ വണ്ടി ഏതാണ്ട് തട്ടിക്കയ്യാറായി. പതിയെ നോക്കി മാത്രമേ നമുക്കിങ്ങനെ ഈ വർക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം എല്ലാ ഭാഗങ്ങളും ക്ലിയറാക്കി വേണം ഈ താറിങ് ചെയ്തു പോവാൻ. അപ്പോൾ നമ്മുടെ വണ്ടി ലോഡ് തട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രജിലാട്ടം ഇവിടുന്ന് പേവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നമ്മുടെ അജയചാട്ടൻ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ പേവറിൻ്റെ ലൈനൊക്കെ സെറ്റാക്കി ഇവിടെ തന്നെ കൂടിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ബാക്കി എല്ലാ വർക്കേഴ്സും ഇതേ ഇവിടെ കാര്യമായ പണിയിലാണ്. നമ്മുടെ മെക്കാനിക് ഷാനും ടീമൊക്കെ അതെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താറിങ് പരിപാടി ഇത് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ റോളറൊക്കെ അടിച്ചൊന്ന് റെഡിയാക്കി കൊണ്ടുവരണം. ഇവിടെ എന്തായാലും ഇടിവെട്ടി വെയിലാണ് കേട്ടോ. നല്ല തീവ്രമായ വെയിലാണ്. കണ്ണ് പോലും തുറക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പേവർ ഏതാണ്ട് അടുത്തെത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ ബാക്കി പരിപാടി നേരെ ഫ്ലൈ ഓവറിൻ്റെ അടിയിലായിട്ടാണ്. നമ്മുടെ വണ്ടിയിൽ ഇനിയും സാധനം ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ നേരെ നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ അടിയിലായിട്ട് കൊണ്ടുപോയി ബാക്കി പരിപാടികൾ ചെയ്യണം.
അങ്ങനെ നമ്മുടെ പേപ്പർ ഇവിടെ എത്തി. ഇനിയിപ്പം അടുത്ത സ്ഥലത്തേക്ക് പോകണം. അതേപോലെ നമ്മുടെ ചേതകിൻ്റെ ഒരുപാട് വണ്ടികൾ ഇവിടെ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം ഇലക്ട്രിക് സ്കൂട്ടിയാണ്. അപ്പോൾ ഈ പൊരി വെയിലത്ത് നമ്മുടെ വർക്കേഴ്സ് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണ നല്ല രീതിയിലുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ. ഇപ്പം നല്ല തീവ്രമായ വെയിലാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ലോഡ് തീർന്നില്ല കേട്ടോ. ഇനിയിപ്പം കുറച്ച് പകുതിൻ്റെ അടുത്ത് ലോഡ് ബാക്കിയുണ്ട്. ഇനി നേരെ നമ്മൾ പോകുന്നത് കാസർഗോഡ് ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ അവിടെ ലേശം ടാറിങ്ങിൻ്റെ പരിപാടി ഉണ്ട് കേട്ടോ. അപ്പം നേരെ നമ്മളിത് അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ്. ഈ പൊരി വെയിലത്ത് നമ്മുടെ വർക്കേഴ്സൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് കേട്ടോ ഇങ്ങനത്തെ റോഡ് ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ നമ്മൾ ഏതാണ്ട് കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ അടിയിലായിട്ട് എത്തിയിട്ടുണ്ട്. മൊത്തം പെയിൻ്റ് അടി പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അടിയിലൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് മാറി വരികയാണ്. ഇന്റർലോക്കിന്റെ വർക്കെല്ലാം ഏതാണ്ട് കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്. ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ പാർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അതേമാതിരി നമ്മുടെ സർവീസ് റോഡിനാണെങ്കിൽ നല്ല വീതിയുണ്ട്. അതുകൊണ്ട് കാസർഗോഡുകാർക്ക് ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സംഭവം പെട്ടത് ഞങ്ങളാണ്. ഞങ്ങളെ വടകര ഒന്നും ആയില്ല, മൊത്തം കുളം മാത്രമേ ഉള്ളൂ, റോഡില്ല. ഇപ്പൊ കാസർഗോഡിന്റെ ഒരു അവസ്ഥ നോക്കി, എന്താ വേണൊരു ഭംഗി. ഭംഗി മാത്രമല്ല, ഇവിടെ മൊത്തത്തിലുണ്ടോ ഒരു തിരക്ക് വളരെ കുറവാണ്. കാരണം മാക്സിമം വണ്ടി മുകളിൽ കൂടെ പോകുന്നുണ്ട്, ഇതേ പാലത്തിന്റെ മുകളിൽ കൂടെ. പിന്നെയുള്ള ഏരിയ ഒക്കെ മൊത്തം പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്, നല്ല വീതിയുള്ള റോഡുണ്ട്, അടിപൊളി സ്ഥലമാണ്. കണ്ടോ ഇവിടെയൊക്കെ കണ്ടോ ഇഷ്ടം പോലെ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. ഏതാണ്ട് ഇന്റർലോക്കിന്റെ വർക്ക് ഫിനിഷിങ്ങിലെത്തി നിൽക്കുകയാണ്, ഫൈനലിലെത്തി നിൽക്കുകയാണ്. ഇവിടെയൊക്കെ മൊത്തം കഴിഞ്ഞിട്ട് നമ്മുടെ ഇറ്റാച്ച് ഇത് ഇവിടെ എന്താ പണിയിലാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മുടെ ടാറിങ്ങിൻ്റെ പരിപാടി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇതേ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ പരിപാടികൾ ഇങ്ങനെ കഴിഞ്ഞേ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ടാർ ചെയ്ത് പോകണം. അതുപോലെ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയകളുണ്ട്. അപ്പം നമ്മുടെ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ ഇതേ ബസ് സ്റ്റാൻഡ് ഫ്രണ്ടിലായിട്ട് ഇതാണ് അവസ്ഥ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൊത്തം പരിപാടി വരുന്നത് കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ അടിയിലായിട്ടാണ്. അപ്പോൾ ദേ ഈ കാണുന്ന റോഡൊക്കെ നമുക്ക് ഇനിയിപ്പോൾ ടാർ ചെയ്ത് പോകണം. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ റോളറും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതാ MSM പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ നമ്മുടെ വണ്ടി ഇത് MSM അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ കംപ്രസർ പൊടിയൊക്കെ അടിച്ചിങ്ങനെ പോവാണ്. നമ്മുടെ വണ്ടിയും ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അതേപോലെ പേപ്പറും ഇവിടെ കിടപ്പുണ്ട്. അപ്പം നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി അനീഷേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ടേ. ഇനി ലോഡ് കാട്ടണം. അതേപോലെ നമ്മുടെ പേപ്പർ അവിടെ പോയി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മിക്സൊക്കെ തട്ടി കഴിഞ്ഞു. നമ്മൾ നേരത്തെ നമ്മുടെ റൂമിലോട്ട് പോവാണ്, മോർത്താന പ്ലാന്റിലോട്ട് പോവാണ്. അപ്പോൾ അതേ റോഡൊക്കെ നല്ല ശാന്തമായി കിടക്കുകയാണ് കേട്ടോ.